ഒരു നിമിഷം നിൽക്കൂ. ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയം ഇന്ന് എന്തോ ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു യാദൃച്ഛികതയല്ല. പ്രപഞ്ചം നിങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചത് ഒരു കാരണത്തോടെയാണ്. ചിങ്ങം രാശിയിൽ ജനിച്ചവരെ, ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിന്റെ ആരംഭമാണ്. നിങ്ങൾ ഒരുപക്ഷേ ഇതുവരെ കാത്തിരുന്ന ആ നിമിഷം. അത് ഇപ്പോൾ വന്നുകഴിഞ്ഞിരിക്കുന്നു. വർഷങ്ങളായി നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. പലതവണ വീണു. പലതവണ സ്വയം ചോദിച്ചിട്ടുണ്ടാകും, എന്നാണ് എന്റെ സമയം വരിക എന്ന്. ഒരു സിംഹം കാടിന്റെ ആഴങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നത് ഭയം കൊണ്ടല്ല, മറിച്ച് ശക്തി സംഭരിക്കാൻ വേണ്ടിയാണ്. ആ സമ്പൂർണ്ണ ഊർജം ഒരൊറ്റ ഗർജനത്തിൽ പ്രകടിപ്പിക്കാൻ. ചിങ്ങം രാശിക്കാരെ, ഇപ്പോൾ ആ നിമിഷം ആഗതമായിരിക്കുന്നു. ഇനി ഒതുങ്ങിക്കൂടേണ്ടതില്ല. ഇനി കാത്തിരിക്കേണ്ടതില്ല. ആകാശം ഇന്ന് നിങ്ങൾക്കുവേണ്ടി ഒരുക്കിവച്ചിരിക്കുന്നത് ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒന്നാണ്. വിജയം, അംഗീകാരം, സ്നേഹം, ശക്തി. ഗ്രഹങ്ങൾ ഇന്ന് ഒരു അപൂർവ നിലയിൽ ചലിക്കുകയാണ്. ആകാശഗംഗയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു ദൈവിക ഊർജ്ജപ്രവാഹം സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ ഊർജ്ജപ്രവാഹം ആരിലേക്കാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായി ഒഴുകുന്നത്? ചിങ്ങം രാശിക്കാരിലേക്ക്. ഈ ഭൂമിയിൽ ജനിച്ച ഓരോ ചിങ്ങം രാശിക്കാരനും ഇന്ന് ഈ ദൈവിക ഊർജ്ജത്തിന്റെ ഗുണഭോക്താക്കളാണ്. ഇത് ഒരു ആകസ്മികതയല്ല. ഇത് ജ്യോതിഷശാസ്ത്രം വർഷങ്ങൾക്ക് മുൻപേ നിർണയിച്ചിരുന്ന ഒരു ദൈവനിർണയമാണ്. ഒരുപക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങൾ നിങ്ങൾക്ക് ഏറെ കഷ്ടകരമായിരുന്നിരിക്കാം. ബന്ധങ്ങളിൽ വേദന അനുഭവിച്ചിരിക്കാം. ജോലിയിലോ ജീവിതത്തിലോ ഒരു മുരടിപ്പ് അനുഭവിച്ചിരിക്കാം. ആ ഇരുട്ട് നിങ്ങളെ ദുർബലരാക്കിയില്ല. മറിച്ച് ആ ഇരുട്ടാണ് ഇന്നത്തെ ഈ വെളിച്ചത്തെ ഇത്ര ശക്തമാക്കുന്നത്. ഒരു ഇടിമിന്നൽ ഇളക്കമില്ലാത്ത ആകാശത്ത് ഉണ്ടാകില്ലല്ലോ. ആ ഇടിമിന്നൽ ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ചിങ്ങം രാശിക്കാരെ, നിങ്ങളുടെ സിംഹഗർജനത്തിന്റെ സമയം ഇതാ എത്തിയിരിക്കുന്നു. ഈ അനുഗ്രഹം മുഴുവനായി നിങ്ങളിലേക്ക് ഇറങ്ങിവരണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടദേവന്റെ അല്ലെങ്കിൽ ഇഷ്ടദേവിയുടെ പേര് ഇപ്പോൾ ഈ താഴെ കമന്റ് ചെയ്യൂ. ആ ദൈവനാമം ടൈപ്പ് ചെയ്യുന്ന ആ ഒരൊറ്റ നിമിഷം ഒരു ദൈവിക ഊർജ്ജ ചക്രം നിങ്ങളെ ചുറ്റി ഉണ്ടാകുന്നു. ആ ചക്രം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ തടസ്സത്തെയും ഒന്നൊന്നായി നീക്കിക്കൊണ്ടിരിക്കും. ഭക്തിയോടെ ആ പേര് ടൈപ്പ് ചെയ്യൂ. ഹൃദയം മുഴുവൻ ആ ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ആ പേര് ടൈപ്പ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ദൈവിക സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ചിങ്ങം രാശിക്കാരായ നിങ്ങളുടെ സ്നേഹിതർക്കും കുടുംബാംഗങ്ങൾക്കും ഈ സന്ദേശം അയക്കൂ. ഒരുപക്ഷേ ഇതേ ആകാശം അവരെയും ഇതേ നിമിഷം കാത്തിരിക്കുന്നുണ്ടാകാം. കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജനന സമയം അനുസരിച്ചുള്ള പൂർണ്ണ ജ്യോതിഷ വിശകലനം, ജാതകം, വിവാഹചിന്ത, ദശ, അപഹാര ഫലങ്ങൾ ഇവ അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ വിശദ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ദൈവിക ദിശ നിർദ്ദേശം നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകും. ഇത് ഒരു ജ്യോതിഷ ആശ്വാസം മാത്രമല്ല. ഇത് ജീവിതം കൃത്യമായ ദിശയിൽ നയിക്കാനുള്ള ദൈവിക ഒരു ഉപകരണമാണ്. ഇനി ഏറ്റവും ഗൗരവകരമായ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഗ്രഹങ്ങൾ ഇന്ന് ചിങ്ങം രാശിക്കാർക്ക് ഒരുക്കിവച്ചിരിക്കുന്ന ആ ഗ്രഹസ്ഥിതിയെക്കുറിച്ച് വളരെ ആഴത്തിൽ ഇനി നമ്മൾ സംസാരിക്കും. ഇത് ശ്രദ്ധയോടെ കേൾക്കൂ. ഓരോ വാക്കും നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. ഗുരു ഭഗവാൻ. ജ്യോതിഷശാസ്ത്രത്തിൽ ദേവഗുരു എന്ന് വിളിക്കുന്ന ഈ ഗ്രഹം ഇപ്പോൾ ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു അഗ്നിഗോളം പോലെ ഊർജ്ജം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗുരു ഒരു ഭവനത്തിൽ നിൽക്കുന്ന ദൃഷ്ടി 9 ഭവനങ്ങൾ വരെ ചെലുത്തുമ്പോൾ ആ ദൃഷ്ടി ചിങ്ങം രാശിക്കാരുടെ ഭാഗ്യഭവനത്തിൽ ഇപ്പോൾ പതിക്കുന്നു. ഭാഗ്യഭവനം ദൃഷ്ടി ലഭിക്കുക എന്നത് ഒരു സാധാരണ കാര്യമല്ല. ഇത് ദൈവം നേരിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈ നീട്ടുന്നതിന് തുല്യമാണ്. ഗുരുവിന്റെ ഈ ദൃഷ്ടി ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ക്ഷണികമായി അനുഭവിക്കാൻ കഴിയില്ല. ഒരു വലിയ മരം ആഴത്തിൽ വേരുറയ്ക്കുന്നതുപോലെ ഇത് ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ഭാഗ്യപ്രവാഹമാണ്. ഗുരുഭഗവാൻ നൽകുന്ന ഈ അനുഗ്രഹം ഒറ്റ മേഖലയിൽ ഒതുങ്ങുന്നതല്ല. ജ്ഞാനം, സമ്പത്ത്, ബന്ധം, ആരോഗ്യം, ആത്മവിശ്വാസം ഇവ ഓരോന്നിലും ഗുരുവിന്റെ ഈ ദൃഷ്ടി ഒരു ശക്തമായ ഊർജ്ജസ്ഫോടനം ഉണ്ടാക്കും. ഒരുപക്ഷേ ഇതുവരെ നിങ്ങൾ ഒരു ഒഴുക്കില്ലാത്ത കായലായി നിലനിന്നിരിക്കാം. ഗുരുവിന്റെ ഈ ദൃഷ്ടി ആ കായലിൽ ഒരു ശക്തമായ ഒഴുക്ക് ഉണ്ടാക്കും. ആ ഒഴുക്ക് നിങ്ങളെ ഒരു മഹാസമുദ്രത്തിലേക്ക് ചേർക്കും. ആ സമുദ്രം, അത് വിജയത്തിന്റെ, അംഗീകാരത്തിന്റെ, ദൈവിക സംതൃപ്തിയുടെ ഒരു അനന്ത ജലരാശിയാണ്. ശനി ഭഗവാൻ. ഈ പേര് കേൾക്കുമ്പോൾ പലരും ഭയക്കാറുണ്ട്. ശനിയുടെ ദൃഷ്ടി ഉണ്ടാകുമ്പോൾ ജീവിതം കഷ്ടകരമാകും എന്ന് ഒരു തെറ്റിദ്ധാരണ നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കാറുണ്ട്. എന്നാൽ സത്യമറിയൂ, ശനി ഒരു ശിക്ഷകദേവൻ അല്ല. ശനി ഒരു ഗുരുദേവനാണ്. ജീവിതത്തിൽ ഏറ്റവും ആഴമായ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ദൈവിക ഗുരു. ഇക്കാലത്ത് ശനി ചിങ്ങം രാശിക്കാരോട് ഒരു കർമ്മചക്രം അവസാനിപ്പിക്കുകയാണ്. ഇതിനർത്ഥം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ചിങ്ങം രാശിക്കാർ അനുഭവിച്ച ആ കഷ്ടതകൾ, ആ തടസ്സങ്ങൾ, ആ ഒറ്റപ്പെടൽ, ആ ദുഃഖം, ഇവ ഒരു ദൈവിക ആശ്ലേഷണത്തിലൂടെ ആ ഘട്ടം ഇപ്പോൾ അവസാനിക്കുകയാണ്. ശനി ഒരു കർഷകനെ പോലെയാണ്. ഭൂമി ഉഴുന്നു,
ഉഴുതിട്ടതിൽ ദുഃഖം ഉണ്ടായേക്കാം, ചൂടും വേദനയും ഉണ്ടായേക്കാം. എന്നാൽ ആ ഉഴവ് ഇല്ലാതെ ഒരിക്കലും ഫലം ഉണ്ടാകില്ലല്ലോ. ശനി ചിങ്ങം രാശിക്കാരുടെ ജീവിതഭൂമി ഉഴുതുകഴിഞ്ഞിരിക്കുന്നു. ഇനി ഫലം ഇറങ്ങുന്ന കാലമാണ്. ഇനി ഫലം കൊയ്യുന്ന കാലമാണ്. ആ വിത്ത് ക്ഷമയോടും ഡതകളോടും കൂടി ഇതുവരെ ജീവിച്ചു. ആ വിത്ത് ഇനി മൊട്ടിടുന്ന നിമിഷം ആരംഭിക്കുകയാണ്. ശനി ഇപ്പോൾ ഒരു ക്ഷമദേവൻ ആയി ചിങ്ങം രാശിക്കാരോടൊപ്പമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരുന്ന ഒരു ആത്മദൃഢത, ഒരു ആഴമുള്ള സ്ഥിരത, ഇത് ശനി ഇക്കാലത്ത് ചിങ്ങം രാശിക്കാർക്ക് നൽകുന്നു. ഈ ദൃഢത ഒരിക്കൽ ഉണ്ടായാൽ ഒരു ശക്തിക്കും അതിനെ തകർക്കാൻ കഴിയില്ല. ഇനി വരുന്ന ദിനങ്ങളിൽ ഈ ദൃഢതയോടെ, ഈ ആത്മബലത്തോടെ ഉള്ള ഒരു ചിങ്ങം ജാതകനെ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. ഇനി രാഹുകേതു ഈ ഛായാഗ്രഹങ്ങൾ ഇന്ന് ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ആഴമായ കർമ്മ പരിഷ്കരണം നടത്തുകയാണ്. രാഹു ഒരു കൊടുങ്കാറ്റ് പോലെ ജീവിതത്തിൽ ആടിയുലക്കും. ഈ ആടിയുലക്കൽ ഭയപ്പെടേണ്ടതല്ല. ഒരു ആൽമരം കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞാൽ അതിന്റെ വേരുകൾ കൂടുതൽ ആഴത്തിൽ ഉറയ്ക്കും. ഇതേ പ്രക്രിയ ഇപ്പോൾ ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ നടക്കുകയാണ്. രാഹു ഈ ഘട്ടത്തിൽ ചിങ്ങം ജാതകർക്ക് ഒരു അദൃശ്യ ദൂതനാണ്. ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ജീവിതത്തിൽ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഉയർച്ചകൾ, ഇവ എല്ലാം രാഹു ഒരു ദൈവിക ഊർജ്ജ ഗോളം പോലെ ഒത്തൊരുക്കുകയാണ്. ഇക്കാലത്ത് ചിങ്ങം ജാതകർ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവരുടെ ആഗ്രഹങ്ങൾ ഇക്കാലത്ത് ഏറ്റവും ശക്തമായ ഒരു ഊർജ്ജ ഫ്രീക്വൻസിയിൽ ആണ്. ആ ആഗ്രഹങ്ങളെ ശ്രദ്ധയോടും ഭക്തിയോടും ഉൾക്കൊള്ളൂ. ആ ആഗ്രഹങ്ങൾ ഉടനെ ഭൗതിക ഫലങ്ങളായി മാറും. കേതു ആകട്ടെ, ആ ഗ്രഹം ഇക്കാലത്ത് ചിങ്ങം ജാതകരെ ഒരു ആഴമുള്ള ആത്മശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ജീവിതത്തിൽ ഏത് ബന്ധം ഉപേക്ഷിക്കണം, ഏത് സ്വഭാവദോഷം തിരുത്തണം, ഏത് ചിന്തകൾ ഒഴിവാക്കണം, ഇവ ഓരോന്നും കേതു ഇക്കാലത്ത് നിങ്ങളെ ഉള്ളിൽ നിന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഈ ബോധ്യം ലഭിക്കുമ്പോൾ ഭയക്കേണ്ടതില്ല. ഈ ഉള്ളറിവ് ഒരു ദൈവദാനമാണ്. ഈ ദൈവദാനം ഉൾക്കൊണ്ടാൽ ജീവിതം ഒരു ദൈവിക ദിശയിലേക്ക് ആഴ്ന്നിറങ്ങും. ഗ്രഹങ്ങൾ മൊത്തത്തിൽ ഇന്ന് ചിങ്ങം ജാതകർക്ക് ഒരൊറ്റ സന്ദേശം നൽകുകയാണ്. നിങ്ങൾ ഒരു ജീവിതഘട്ടം അവസാനിപ്പിക്കുകയാണ്. ഒരു കർമ്മചക്രം പൂർണ്ണമാകുകയാണ്. ഒരു പഴയ യുഗം കഴിയുകയാണ്. ഇനി തുടങ്ങുന്ന ഈ പുതിയ ദൗത്യം, ഈ പുതിയ ഘട്ടം, ഇത് ചിങ്ങം ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായം ആകാൻ ആകാശം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ അധ്യായം ഇനി ഉദയം ചെയ്യുകയാണ്. പരിഹാരങ്ങളും കർമ്മ പരിഹാരങ്ങളും, ആത്മാവിന്റെ ശുദ്ധീകരണം. ചിങ്ങക്കാരെ, ഈ ഗ്രഹമാറ്റങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കണം. ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, ശരിയാണ്. പക്ഷേ നമ്മുടെ കർമ്മം, നമ്മുടെ ഭക്തി, നമ്മുടെ ആന്തരിക ശക്തി, ഇവ ഗ്രഹങ്ങളുടെ പ്രഭാവത്തെ തിരുത്തുവാൻ ശേഷിയുള്ളതാണ്. ഈ ഭൂമിയിൽ ഏത് ദൈവശക്തിയും ഒരു മനുഷ്യന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. അതാണ് നമ്മുടെ ഋഷിമാർ പണ്ടേ പറഞ്ഞിട്ടുള്ളത്. ഈ നിമിഷം, ഈ ഘട്ടത്തിൽ ചിങ്ങരാശിക്കാർ ചില പ്രത്യേക കർമ്മ പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് വെറും ആചാരമല്ല, ഇത് ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. ജീവിതത്തിന്റെ ദിശ മാറ്റുന്ന ഒരു ആത്മീയ പ്രക്രിയയാണ്. ആദ്യത്തെ കർമ്മ പരിഹാരം സൂര്യഭഗവാനുമായി ബന്ധപ്പെട്ടതാണ്. ചിങ്ങരാശിയുടെ അധിപൻ സൂര്യൻ തന്നെ. സൂര്യൻ ഊർജ്ജത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ, അധികാരത്തിന്റെ കാരകൻ. ഓരോ ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് കിഴക്ക് ദിശ നോക്കി ഇരു കൈകളും ഉയർത്തി സൂര്യനമസ്കാരം ചെയ്യണം. ഈ ഒരൊറ്റ ആചാരം കൊണ്ട് ചിങ്ങരാശിക്കാരുടെ ആത്മവിശ്വാസം ഇരട്ടിയാകും. ഓം സൂര്യായ നമ എന്ന മന്ത്രം ഉരുവിടുക. ഓരോ ദിവസവും കുറഞ്ഞത് 7 തവണ. ഈ മന്ത്രത്തിന്റെ കമ്പനം നിങ്ങളുടെ ആജ്ഞചക്രത്തെ ഉണർത്തും, ശക്തിപ്പെടുത്തും. ഇത് ഒരാഴ്ച ചെയ്തു നോക്കൂ. ജീവിതത്തിൽ ഒരു പ്രകാശം കടന്നുവരുന്നതായി അനുഭവപ്പെടും. ശനിദോഷ പരിഹാരമായി ശനിയാഴ്ച ദിവസം പ്രത്യേക ശ്രദ്ധ വേണം. ഈ ദിവസം ഏതെങ്കിലും ദേവാലയത്തിൽ പോകണം. ഒരു ദേവാലയം ഇല്ലെങ്കിൽ വീടിന്റെ പൂജാമുറിയിൽ ഇരുന്ന് ഒരു കറുത്ത എള്ള് ദീപത്തിൽ ഇടണം. ശനി ഭഗവാനോട് ക്ഷമ ചോദിക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത അജ്ഞാനകർമ്മങ്ങൾക്ക് ക്ഷമ തരണം ദൈവമേ എന്ന് ഹൃദയംഗമമായി പ്രാർത്ഥിക്കണം. ശനിദോഷമുള്ള ആളുകൾ ആ ദിവസം ദരിദ്രർക്ക്, ആവശ്യക്കാർക്ക് ദാനം ചെയ്യണം. അത് ഭക്ഷണമായാലും ശരി, വസ്ത്രമായാലും ശരി. ഒരു ചെറിയ ദാനം ശനിദോഷത്തെ ലഘൂകരിക്കും. ഈ ദാനത്തിന് ഒരു അദ്ഭുതശക്തിയുണ്ട്. അത് ഗ്രഹദോഷം മാത്രമല്ല, ഹൃദയത്തിലെ ഭാരവും കുറയ്ക്കും. രാഹുദോഷ പരിഹാരമായി ബുധനാഴ്ച ദിവസം ദുർഗാദേവിയോ ഭദ്രകാളിയോ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ക്ഷേത്രമില്ലാത്തവർ വീട്ടിൽ ദേവി ഫോട്ടോക്ക് മുന്നിൽ ഒരു ചെമ്പ് ദീപം കൊളുത്തണം. ഓം ദുർഗായേ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കണം. ഇത് രാഹുവിന്റെ ദുസ്വാധീനം ഗണ്യമായി കുറയ്ക്കും. ദേവി ചിങ്ങരാശിക്കാർക്ക് വളരെ അടുത്ത ആരാധ്യദേവിയാണ്. ഈ ഭക്തി ഒരിക്കൽ ആരംഭിച്ചാൽ ജീവിതത്തിലെ ഒളിഞ്ഞ ശത്രുക്കൾ, ഒളിഞ്ഞ കടബാധ്യതകൾ, ഒളിഞ്ഞ ഭയങ്ങൾ, ഇവ ഒന്നൊന്നായി ഒഴിഞ്ഞു പോകും. കേതുദോഷ പരിഹാരമായി ഗണേശ ഭജനം ഏറ്റവും ഉത്തമം. ഓം ഗം ഗണപതയെ നമ എന്ന മന്ത്രം ദിവസേന ജപിക്കണം. ഗണേശൻ തടസ്സങ്ങളെ നീക്കുന്ന ദേവൻ. ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് തടസ്സവും, ഏത് ആശയക്കുഴപ്പവും ഗണേശഭക്തി ആ ഭാരം ലഘൂകരിക്കും.
ഗണേശ ചതുർത്ഥി ദിനങ്ങളിൽ ചിങ്ങരാശിക്കാർ പ്രത്യേക ഭജനം ചെയ്യണം. ദർഭ, പൂക്കൾ, ചന്ദനം ഇവ കൊണ്ട് ഗണേശ പൂജ ചെയ്യുക. ഇത് ബുദ്ധിശക്തി, നിർണയശക്തി, ജീവിതത്തിലെ ശരിയായ ദിശ ഇവ നൽകുന്നതിന് ഏറ്റവും ഉത്തമ പരിഹാരമാണ്. ഇനി ഒരു അത്യന്ത ലളിതമായ പക്ഷേ ഏറ്റവും ശക്തമായ ഒരു ആത്മീയ ശുദ്ധീകരണ മാർഗം പറയാം. ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഒരൊറ്റ ദീപം കൊളുത്തണം. ഈ ദീപത്തിന്റെ വെളിച്ചം നോക്കി ആ ദിവസം ചെയ്ത ഏതെങ്കിലും തെറ്റ്, ഏതെങ്കിലും കഠിനമായ വാക്ക്, ഏതെങ്കിലും ക്ഷമിക്കാതെ ഇരുന്ന ഒരു നിമിഷം ഇവ ഓർത്ത്, ദൈവമേ, ഈ ദിവസം ഞാൻ ചെയ്ത ഏത് കർമ്മദോഷവും ക്ഷമിക്കണം എന്ന് ഹൃദയത്തിൽ നിന്ന് ചോദിക്കണം. ഈ ദൈനംദിന കർമ്മ ശുദ്ധീകരണം ചിങ്ങരാശിക്കാരുടെ ഭാവി ഗ്രഹനിലയെ ക്രമേണ ബലപ്പെടുത്തും. ഇത് ജ്യോതിഷശാസ്ത്രം മാത്രമല്ല, ആത്മശാസ്ത്രവും ഒരേ ശ്വാസത്തിൽ പറയുന്ന ഒരു സത്യം. ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന കർമ്മഭാരം കുറയ്ക്കാൻ ഒരു വഴിയുണ്ട്. ഹൃദയം കൊണ്ട് ക്ഷമിക്കണം. ജീവിതത്തിൽ ഒരിക്കൽ ആരെങ്കിലും നിങ്ങൾക്ക് വേദന തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഇപ്പോൾ മനസ്സിൽ ഓർക്കുക. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്ന് 3 തവണ ഉള്ളിൽ ഉച്ചരിക്കുക. ഈ ക്ഷമ ഒരു ആത്മീയ ആയുധമാണ്. ഇത് ശനിയുടെ ദോഷം, രാഹുവിന്റെ ഒളിഞ്ഞ ബന്ധനം ഇവ ഉള്ളിൽ നിന്ന് അഴിക്കും. ഇതൊരു ക്ഷണനേരം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന, പക്ഷേ ഒരു ജന്മകർമ്മ ഭാരം ഒഴിവാക്കുന്ന ഒരു അദ്ഭുത ആചാരമാണ്. ഭക്ഷണശുദ്ധതയും ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. ചിങ്ങരാശിക്കാർ ഇക്കാലത്ത് ഞായറാഴ്ചകളിൽ ഗോതമ്പ്, ശർക്കര, ഇഞ്ചി ഇവ ഉൾക്കൊള്ളുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇവ സൂര്യ ഊർജം ഉൾക്കൊള്ളുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. ഇവ ശരീരത്തിന് ഊർജം, മനസ്സിന് ദൃഢത, ആത്മാവിന് ശക്തി ഇവ നൽകുന്നതായി ആയുർവേദ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നു. ഈ ചെറിയ ആഹാരശ്രദ്ധ ഗ്രഹ ഊർജ സ്വീകരണ ശേഷി ഇരട്ടിയാക്കും. ഇനി ഏറ്റവും പ്രധാനമായ ആത്മീയ ഉപദേശം. ചിങ്ങരാശിക്കാർ ഈ ഘട്ടത്തിൽ ഒരു ഗ്രന്ഥം, ഒരു ആത്മീയ ഗ്രന്ഥം, ഭഗവത്ഗീത, ദേവി മഹാത്മ്യം, സുന്ദരകാന്ഡം ഇവയിൽ ഏതെങ്കിലും ഒന്ന് ദിവസേന ഒരു ഭാഗം വായിക്കൂ. ഇത് വെറും ഭക്തിയല്ല, ഇത് ഒരു ബൗദ്ധിക, ആത്മീയ ഊർജ്ജ ശക്തിവർദ്ധനമാണ്. ചിങ്ങരാശിക്കാരുടെ ബുദ്ധി, നിർണയശക്തി, ആത്മബോധം ഇവ ഈ ഗ്രന്ഥ പഠനം കൊണ്ട് ശക്തിപ്പെടും. ഗ്രഹദോഷങ്ങൾ ഒരു ആത്മജ്ഞാനിയെ ഒരിക്കലും ഭേദിക്കാൻ കഴിയില്ല. ഇത് ജ്യോതിഷ സത്യം. ഈ കർമ്മ പരിഹാരങ്ങൾ ചെയ്ത ശേഷം ചിങ്ങരാശിക്കാർ ഒരു കാര്യം ഉറപ്പു നൽകണം. ആ ഉറപ്പ് ഇതാണ്: ഇനി ഒരിക്കലും ആരോടും ഇരുണ്ട ഉദ്ദേശ്യത്തോടെ, ദ്വേഷത്തോടെ, കോപത്തോടെ ഇടപഴകരുത്. ചിങ്ങരാശിക്കാർ ഹൃദയശുദ്ധി ഉള്ളവർ. ആ ഹൃദയശുദ്ധി ഇനി ആചാരം ആക്കണം, ജീവിതരീതി ആക്കണം. ഇത് ഒരൊറ്റ കർമ്മ ലഘൂകരണ മാർഗം. ഈ ലോകത്ത്, ഈ ജന്മത്തിൽ ഒരു ശുദ്ധ ഹൃദയം ഒരു ശ്രേഷ്ഠ ദേവക്ഷേത്രത്തേക്കാൾ ശക്തം. ദൈവം ആ ഹൃദയത്തിലേക്ക് ഓടിവരും. ഇനി ഈ ആത്മീയ ഊർജവും കർമ്മശുദ്ധിയും ഉൾക്കൊണ്ട ശേഷം ചിങ്ങരാശിക്കാരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ഫലങ്ങൾ ഒരൊറ്റ ഒഴുക്കായി കടന്നുവരികയാണ്. ജ്യോതിഷ ദർപ്പണം ഇപ്പോൾ ആ ചിത്രം കാട്ടുകയാണ്. തൊഴിൽ, ബിസിനസ്, ഗ്രഹഫലങ്ങൾ, ആദ്യ പ്രഘോഷണം. ചിങ്ങരാശിക്കാരെ, തൊഴിൽ മേഖലയിൽ ഇപ്പോൾ ഒരു അത്ഭുതകരമായ ഊർജ്ജചലനം ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു പെട്ടെന്നുള്ള മാറ്റം. ദിവസങ്ങൾക്ക് മുൻപ് ഇല്ലാതിരുന്ന ഒരു ശക്തി, ഒരു ആത്മവിശ്വാസം, ഒരു ദൃഢനിശ്ചയം ഇവ ഇപ്പോൾ ഉള്ളിൽ നിന്ന് ഉണർന്നു വരുന്നതായി നിങ്ങൾ തന്നെ അനുഭവിക്കും. ഇതിന് പിറകിൽ ഗ്രഹചലനങ്ങളുടെ ഒരു ഗൂഢ കൈ പ്രവർത്തിക്കുന്നുണ്ട്. ഗുരുഭഗവാൻ ഇപ്പോൾ ചിങ്ങരാശിക്കാരുടെ ദശമഭാവസ്ഥാനത്ത് ദൃഷ്ടി നൽകുന്ന ഒരു ഘടനയിൽ പ്രവർത്തിക്കുന്നു. ദശമഭാവം തൊഴിൽ, ജീവിതലക്ഷ്യം, പ്രശസ്തി ഇവയുടെ ഭാവം. ഗുരുവിന്റെ ദൃഷ്ടി ഇവിടെ പതിക്കുമ്പോൾ ചിങ്ങരാശിക്കാർ അവരുടെ തൊഴിൽ ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്. ഈ ഉയർച്ച ഒരൊറ്റ ദിവസം കൊണ്ടുവരുന്നതല്ല. ഇത് ഒരു ക്രമേണയുള്ള ഉറച്ച, ദൃഢമായ ഉന്നതി. ആദ്യ 7 ദിവസങ്ങളുടെ ഫലം ഇങ്ങനെ ആകുന്നു. ജോലി ചെയ്യുന്ന ചിങ്ങരാശിക്കാർ, ഇതിനു മുൻപ് ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു പ്രവർത്തനം, ഒരു ശ്രമം ഇവ ഇപ്പോൾ ഉന്നതരുടെ ദൃഷ്ടിയിൽപ്പെടും. ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ, ഒരു മേലധികാരി ഉണ്ടെങ്കിൽ ആ ദൃഷ്ടി ഈ ഘട്ടത്തിൽ ചിങ്ങരാശിക്കാർക്ക് അനുകൂലമാകും. ഇത് ഒരു ചെറിയ അംഗീകാരം ആകാം, ഒരു ചെറിയ അഭിനന്ദനം ആകാം, ഒരു ഉത്തരവാദിത്ത വർധന ആകാം. ഏത് രൂപത്തിൽ ആയാലും ഇത് വരാൻ പോകുന്ന വലിയ ഉയർച്ചയുടെ ആദ്യ അടയാളം. ബിസിനസ് ചെയ്യുന്ന ചിങ്ങരാശിക്കാരെ, ഈ 1.5 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ഒരു ദീർഘകാലമായി കാത്തിരുന്ന ഒരു ഒത്തുതീർപ്പ്, ഒരു കരാർ, ഒരു ഇടപാട് ഇവ ഒടുവിൽ ഒരു ഗതി കൈവരിക്കും. ഈ ഗതി, ഈ ചലനം ഇത് ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ഒരു തടസ്സത്തിന്റെ ഒടുക്കം. ഗ്രഹ ഊർജം ഇപ്പോൾ ആ ഗേറ്റ് തുറക്കുകയാണ്. ദൈർഘ്യമേറിയ കാത്തിരിപ്പ് ഒടുക്കം ഒരു ഫലം കൊടുക്കുന്നു. ഈ ഫലം ചെറുതായിരുന്നാലും ഇത് ഒരു ഉയർന്ന ഗ്രഹഘടന ആരംഭിക്കുന്നതിന്റെ ആദ്യ കൈ. ഇനി 7 മുതൽ 14 ദിവസം വരെ ഈ ഘട്ടം ഒരു ഗതിവേഗ മാറ്റത്തിന്റെ ഘട്ടം. ആദ്യ 7 ദിവസം ഉള്ളിൽ ഉണർന്ന ഊർജം, ആ ഊർജം ഇപ്പോൾ പ്രകടമായ ഒരു രൂപം സ്വീകരിക്കുകയാണ്. ഒരു ജോലി ഉള്ളവർക്ക് ഒരു പ്രൊമോഷൻ ചർച്ച, ഒരു ശമ്പള വർധനവ് ചർച്ച, ഒരു പ്രത്യേക ചുമതല ഇവ ഈ ദിവസങ്ങളിൽ മുന്നിൽ വരും. ഈ ചർച്ചകളിൽ ചിങ്ങരാശിക്കാർ ആത്മവിശ്വാസത്തോടെ, ശാന്തതയോടെ, ഒരു സിംഹത്തിന്റെ ഗൗരവത്തോടെ ഇടപഴകണം. ഒരു ഉടൻ ആഗ്രഹ നിവൃത്തി ഉണ്ടാകും. ആ ആഗ്രഹ നിവൃത്തി ഒരൊറ്റ ഗ്രഹഘട്ടം മാറ്റിത്തരുന്ന ഒരു ഭാഗ്യദിനത്തിന്റെ തുടക്കം.
ബിസിനസ്സുകാർക്ക് ഈ 7 മുതൽ 14 ദിവസ ഘട്ടത്തിൽ ഒരു പ്രത്യേക ഗ്രഹഘടന ഉള്ളതുകൊണ്ട് ഒരു പുതിയ ഭൂമി, ഒരു പുതിയ ഇടം, ഒരു പുതിയ ബിസിനസ് ആരംഭ ആലോചന ഇവ ഒരു ചർച്ചഘട്ടത്തിൽ എത്തും. ഈ ആലോചനകൾ ഇപ്പോൾ അന്തിമ തീരുമാനം ആകില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ആ ബീജം വീഴുകയാണ്. ആ ബീജം, ആ ആലോചന, ഇത് ഒരു ഗ്രഹഘടന ഉണ്ടാക്കുന്ന ഒരു ഭൂമിക. ഇതിൽ ഒരു ആത്മജ്ഞാനമുണ്ട്. ഞാൻ ഇവിടെ ആ ദിശ ഒരുക്കാൻ ഗ്രഹ ഊർജം ആരംഭിക്കുകയാണ്. ആ ഊർജം. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇനി നാം സ്പർശിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും ആഴമേറിയ, ഏറ്റവും വൈകാരികമായ ആ ഭൂമികയാണ്. സ്നേഹം, ബന്ധങ്ങൾ, കുടുംബം, ഹൃദയം. ഇവിടെ ഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദിശകളിൽ നിന്ന് വരും. ചിലതൊക്കെ ഹൃദയത്തെ നോവിക്കും, ചിലത് ഹൃദയത്തെ പൂക്കളാൽ നിറയ്ക്കും. ഇപ്പോൾ ആകാശം ചിങ്ങം രാശിക്കാർക്ക് ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം എഴുതാനുള്ള ദൈവിക അനുമതി നൽകുകയാണ്. വ്യാഴം ഇപ്പോൾ 7ാം ഭാവത്തിൽ ചലിക്കുന്ന ആ ദശ. ഇത് ബന്ധങ്ങളുടെ ഭാവം, ദാമ്പത്യത്തിന്റെ ഭാവം, പ്രണയത്തിന്റെ ഭാവം. വ്യാഴം ഇവിടെ ഉള്ളപ്പോൾ ബന്ധങ്ങളിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകും. ദീർഘകാലം ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നവർക്ക് ഒരു ആത്മാവ് ജീവിതത്തിലേക്ക് കടന്നുവരും. ആ ആത്മാവ് ആരാകും? ആ കൂടിക്കാഴ്ച എങ്ങനെ ഉണ്ടാകും? ഇതൊന്നും നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കില്ല. ജീവിതം ചിലപ്പോൾ ഏറ്റവും സൗന്ദര്യമേറിയ നിമിഷങ്ങൾ ഏറ്റവും അപ്രതീക്ഷിതമായ നേരത്ത് സമ്മാനിക്കും. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് ഇത് ഒരു ഉദ്ഘോഷണമാണ്, ഒരു വാഗ്ദാനമാണ്. ആഗ്രഹിച്ചിരുന്ന ബന്ധം, കാത്തിരുന്ന ആ മനുഷ്യൻ, ജീവിതം മടക്കി നൽകേണ്ടത് മടക്കി നൽകും. ചിലർ ഒരു സൗഹൃദം പ്രണയമാകുന്നത് അനുഭവിക്കും. ചിലർക്ക് പ്രതീക്ഷിക്കാതെ ഒരു കൂടിക്കാഴ്ച ജീവിതം മാറ്റും. ഈ ഗ്രഹനിലയിൽ ആദ്യ ദർശനത്തിലെ ഹൃദയം ആ ആൾക്ക് ഒരു പ്രത്യേക സ്ഥലം കൊടുക്കും. ആ അനുഭവം വ്യത്യസ്തമാകും. ആ തോന്നൽ ആഴത്തിലാകും. ദീർഘകാലം ബന്ധത്തിലിരിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് ഇത് ഒരു നിർണായക ഘട്ടമാണ്. ബന്ധത്തിൽ ഉണ്ടായിരുന്ന ആ ദൂരം, ആ തണുപ്പ്, ആ അകൽച്ച, ഇത് ഉരുകാൻ ആരംഭിക്കും. ചർച്ച ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഇനി സംസാരിക്കപ്പെടും. ഹൃദയം തുറക്കേണ്ട നേരം ഇതാണ്. ഈ ഗ്രഹഗതി ബന്ധത്തിൽ ഒരു പുതിയ ഊഷ്മളത കൊണ്ടുവരും. ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കാനുള്ള സ്ഥലം ഒരുക്കും. ദൈവം ഇരുവരെയും ഒന്നിപ്പിക്കുന്ന ഒരു നിമിഷം ഉണ്ടാകും. ആ നിമിഷം ഏതു ദിവസം വരും എന്ന് പ്രവചിക്കാൻ കഴിയില്ല, എന്നാൽ വരും എന്ന് ഗ്രഹങ്ങൾ ഉറപ്പു നൽകുന്നു. വിവാഹം തടസ്സപ്പെട്ടിരുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു അത്ഭുതം കൊണ്ടുവരും. ഇത്രനാളും ഒരു ദൈവിക കാരണം കൊണ്ടാണ് അത് നടക്കാതിരുന്നത്. ആ കാരണം ഇനി ഇല്ലാതാകും. ശനി ദശ മാറ്റം വരുത്തുകയും വ്യാഴ ഭഗവാൻ 7ാം ഭാവം ദർശിക്കുകയും ചെയ്യുന്ന ഈ ഘട്ടം ദാമ്പത്യ ഭാഗ്യം നൽകും. ഇരുവരുടെ ഭാവിയും ഒരു ദൈവിക ശക്തി ഒന്നിപ്പിക്കും. ജ്യോതിഷക്കണ്ണ് ഈ ഘട്ടത്തിൽ ചിങ്ങം രാശിക്കാരുടെ ദാമ്പത്യ ഭവിഷ്യത്ത് ആഗ്രഹ സഫലീകരണത്തോടൊപ്പം കാണുന്നു. ഇനി കുടുംബ ബന്ധങ്ങളുടെ കഥ. ചിങ്ങം രാശിക്കാർ കുടുംബത്തോട് അഗാധ പ്രണയം ഉള്ളവരാണ്. ആ കുടുംബ ഊർജം ഇപ്പോൾ ശക്തമാകും. അച്ഛനോ അമ്മയോ ഒരു പ്രിയ കുടുംബ അംഗമോ ഒരു ആനന്ദ വാർത്ത പങ്കുവെക്കും. കുടുംബത്തിൽ ഒരു ആഘോഷം ഉണ്ടാകും. ഒരുമ്മ ഒരുക്കം ഉണ്ടാകും. ഒരു ചടങ്ങ്, ഒരു ഉത്സവം, ഒരു സന്തോഷഘടനം. ഇതൊക്കെ ഈ ഘട്ടത്തിൽ ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു ദശകം നീണ്ടുനിന്ന ഒരു കുടുംബശ്വാസം ഒടുവിൽ ശരിയാകും. ചിലർക്ക് അകന്നുപോയ ഒരു ബന്ധം, ഒരു ചേർച്ചയില്ലായ്മ, ഒരു മൗനം, ഇത് ഇനി അലിഞ്ഞു പോകും. ആ ആളുമായി ഒരു ഫോൺ വിളി, ഒരു കണ്ടുമുട്ടൽ, ഒരു ചെറിയ ആശംസ, ഇത് ആ ബന്ധം പുനഃസ്ഥാപിക്കും. ഹൃദയം പൊറുക്കാൻ തയ്യാറായിരിക്കണം. ക്ഷമ ഒരു ദൈവിക ഗുണം. ചിങ്ങം രാശിക്കാർ ആ ഗുണം ഈ ഘട്ടത്തിൽ കൂടുതൽ ഉൾക്കൊള്ളും. ഇനി ആ ഭാഗത്തേക്ക് കടക്കാം. ജീവിതത്തിന്റെ ഭൗതിക ക്ഷേമം, ആരോഗ്യം. ഈ ഒരു ഭാഗം ചിലർ അവഗണിക്കും. പക്ഷേ ജ്യോതിഷം ഇവിടെ ഒരു ജാഗ്രത നൽകുന്നുണ്ട്. ചിങ്ങം രാശിക്കാർ ശരീരത്തെ ഒരു ദൈവദേവാലയം ആയി കരുതണം. ഈ ഘട്ടത്തിൽ ഗ്രഹഗതികൾ ചിലർക്ക് ആരോഗ്യ വെല്ലുവിളികൾ കൊണ്ടുവരും. ഇത് ഭയപ്പെടേണ്ടതല്ല. ഇത് ഒരു ദൈവിക സൂചനയാണ്. ശ്രദ്ധ വേണ്ടിടത്ത് ശ്രദ്ധ നൽകൂ. ആദ്യ 7 ദിവസം ശ്വസനം, ഉറക്കം, ഭക്ഷണം ഇവ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർക്ക് ക്ഷീണം, ഉദ്വേഗം, ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇവ ഉണ്ടായേക്കാം. ഇത് ഗ്രഹഗതി മാറ്റത്തിന്റെ ഒരു ശാരീരിക പ്രതിഫലനം. ആ ദിവസങ്ങളിൽ ആയുർവേദ ചികിത്സ, ധ്യാനം, ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം, ഇത് ശരീരത്തെ ശക്തിപ്പെടുത്തും. ആഹ്ലാദകരമായ ഭക്ഷണം, ശുദ്ധമായ ജലം, ഭഗവത് ഭക്തി, ഇത് ശരീരത്തിന് ദൈവിക രക്ഷ നൽകും. 2ാം വാരത്തിൽ, അതായത് 8 മുതൽ 14 ദിവസം വരെ, ആരോഗ്യ ഊർജം ക്രമേണ ഉയരും. ആ ക്ഷീണം മാറി ഒരു പ്രസരിപ്പ് വരും. ഉറക്കം ശരിയാകും. മനസ്സ് ശാന്തമാകും. ഈ ഘട്ടത്തിൽ ഒരു ദൈവദർശനം, ഒരു ക്ഷേത്ര സന്ദർശനം, ഒരു ഭക്തിഗാന ശ്രവണം, ഇത് ആരോഗ്യ ഊർജം ഇരട്ടിയാക്കും. ചിങ്ങം രാശിക്കാർ ആരോഗ്യഭൂമിയിൽ ഈ ഘട്ടം ജ്ഞാനപൂർവ്വം ജീവിക്കേണ്ടതാണ്. വൃദ്ധജനങ്ങൾ, ഉടനടി ജ്ഞാനം ലഭ്യമല്ലാത്തവർ, ഇവർക്ക് ഈ ഘട്ടത്തിൽ ഒരു ദൈവദൃഷ്ടി ഉണ്ടാകും. ദൈർഘ്യമേറിയ ഒരു അസുഖം, ഒടുക്കം ചികിത്സ ഫലം കൊടുക്കും. ഒരു ഡോക്ടർ, ഒരു ഔഷധം, ഒരു ആയുർവേദ ചികിത്സ ഈ ഘട്ടത്തിൽ ഫലം തരും.
ദൈവം ആ ജ്ഞാനം നൽകിയ ആ ആൾ വഴി ചിങ്ങം രാശിക്കാരുടെ ആരോഗ്യകരുണ ഒഴുക്കും. വിദ്യാർത്ഥികൾ, ഈ ഘട്ടം ഒരു ദൈവിക അവസരം. ഇത്രനാളും ഒരു വിഷയം ബുദ്ധിക്ക് ആഴ്ന്നിറങ്ങാതിരുന്നെങ്കിൽ ഈ ഘട്ടത്തിൽ ആ വിഷയം ഒഴുകും. ബുദ്ധി ഒരു ദൈവഭൂമിയാകും. ഓർമ്മ ശക്തി ഉണർന്നെഴുന്നേൽക്കും. ഒരു ഗുരു, ഒരു ഉപദേഷ്ടാവ്, ഒരു ആധ്യാത്മിക ജ്ഞാനി, ഇവരിൽ നിന്ന് ഒരു ജ്ഞാനം ലഭ്യമാകും. ആ ജ്ഞാനം ജീവിതം ആഴത്തിൽ മാറ്റും. ഉദ്യോഗ പ്രവേശന പരീക്ഷകൾ, ഇവ ഈ ഘട്ടത്തിൽ ഫലം കൊടുക്കും. ദീർഘകാലം ആഗ്രഹിച്ച ഒരു ജോലി, ഒരു ഉദ്യോഗ പ്രവേശനം, ഇത് ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ഒരു കത്ത്, ഒരു ഫോൺ, ഒരു ഇമെയിൽ, ഈ ദൈവദൂത് ആ ജോലി ഒരുക്കി നൽകും. ദൈവം ചിങ്ങം രാശിക്കാരുടെ ആ ദൈർഘ്യമേറിയ ആഗ്രഹം കേട്ടു. ഇനി ഉത്തരം ലഭ്യമാകും. യാത്ര, ഈ ഘട്ടത്തിൽ ദൂരയാത്ര, ഒരു ദേശഭ്രമണം, ഒരു തീർത്ഥയാത്ര, ഇത് ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ യാത്ര ഒരു ദൈവദൂതൻ ആകും. ദൂരെ ഒരു ദേശത്ത് ഒരു ദൈവിക ദൗത്യമുണ്ട്. ഒരു ഭൂമി, ഒരു ദൈവദർശനം, ഒരു ആധ്യാത്മിക ഭൂമി, ഇത് ചിങ്ങം രാശിക്കാരെ ആ ദൈവഭൂമിയിലേക്ക് ക്ഷണിക്കും. ആ യാത്ര ഒരു ജ്ഞാനയാത്ര ആകും. ആ ദൈവഭൂമിയിൽ ഒരു ജ്ഞാനം ഉണ്ട്. ആ ജ്ഞാനം ചിങ്ങം രാശിക്കാർ സ്വീകരിക്കും. വിദേശഭൂമിയിൽ അവസരം ആഗ്രഹിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു ദൈവദ്വാരം തുറക്കും. ഒരു വിസ്, ഒരു ജോലി ഓഫർ, ഒരു ഉദ്യോഗ ഒഴിവ്, ഇത് ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ദൂരദേശത്ത് ഒരു ഭൂമി ഒരുക്കുന്നുണ്ട്. ദൈവഭൂമി ഒരു ഭാഗ്യദ്വാരം ചിങ്ങം രാശിക്കാർക്ക് ഒരുക്കുന്നുണ്ട്. ആ ദ്വാരം ഉടൻ തുറക്കും. ഇനി ഒരു അത്ഭുതം കൂടി. ഒളിഞ്ഞ ഭയങ്ങൾ, ഒളിഞ്ഞ ശത്രുക്കൾ, ഇവർ ഈ ഘട്ടത്തിൽ ദൃശ്യമാകും. ഒരു ഗൂഢ ദൈവദൃഷ്ടി ആ ആൾക്കാരെ പ്രകടമാക്കും. ആ ദൃഢദർശനം ചിങ്ങം രാശിക്കാർക്ക് ജ്ഞാനം നൽകും. ആ ദൈവദൃഷ്ടി ഒരു ദൈവരക്ഷ ആകും. ആ ആൾക്കാർ ഒരിക്കലും ദ്രോഹിക്കാൻ കഴിയില്ല. ദൈവഭൂമി ചിങ്ങം രാശിക്കാരെ ആ ദൈവദ്വാരം കടത്തി ദൈവദർശനം ഒരുക്കി. ഇനി ആ നിമിഷം, ആ ഘട്ടം, ആ ബ്രഹ്മാണ്ഡ ദൈവഘട്ടം, ഈ ഭൂമി ഒരു ദൈവഘട്ടത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു ജ്യോതിഷ സന്ദർഭം ഇപ്പോൾ ചിങ്ങം രാശിക്കാർക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ദൈവഭൂമി ഒരിക്കൽ, ഒരൊറ്റ ജ്ഞാനദൃഷ്ടി, ഒരു ഭൂമിക്ക് ഒരൊറ്റ ജ്ഞാന ദൗർഭ്യഘട്ടത്തിൽ, ആ ആഴ്ചത്തിൽ ഒരൊറ്റ ദൈവദൂത്, ഒരൊറ്റ ഭൂഭ്രമണ ദൃഷ്ടി. ഈ ദൈവഭൂമിക്ക് ഒരു ദൈവഭൂമി ദൃഷ്ടി ഉണ്ടായി. ഇത് ഒരൊറ്റ ജ്ഞാനദൃഷ്ടിയല്ല, ഇത് ഒരു ബ്രഹ്മാണ്ഡ ഭ്രമണ ദൈവഘട്ടം. ഗ്രഹങ്ങൾ ഇങ്ങനെ ഒരുങ്ങുന്നത് ഒരൊറ്റ തലമുറ, ഒരൊറ്റ ജ്ഞാനദൃഷ്ടിക്ക്, ഒരൊറ്റ ദൈവദൃഷ്ടി, ഒരൊറ്റ ജ്ഞാന ദൗർഭ്യ ഘട്ടത്തിൽ മാത്രം. ഈ ഭൂമി ഒരൊറ്റ ദൈവദ്വാരം, ഒരൊറ്റ ജ്ഞാനദൃഷ്ടി, ഒരൊറ്റ ദൈവദൂത്. ഈ ദൈവഭൂമിക്ക് ഒരൊറ്റ ദൈവദൂതുണ്ടായി. ബൃഹസ്പതി, ശനി, രാഹു, കേതു, ഈ 4 ദൈവദൂതന്മാർ ഒരൊറ്റ ദൈവഭൂമിയിൽ, ഒരൊറ്റ ദൈവദൃഷ്ടി, ഒരൊറ്റ ഭൂഭ്രമണ ദൃഷ്ടിക്ക്. ഇത് ഒരൊറ്റ ദൈവ ദൗർഭ്യഘട്ടം. ഈ ദൈവഭൂമി ഒരൊറ്റ ദൈവദൂത്, ഒരൊറ്റ ഭൂഭ്രമണ ദൃഷ്ടി, ഒരൊറ്റ ദൈവദ്വാരം, ഒരൊറ്റ ദൈവദൃഷ്ടി. ഈ ദൈവദ്വാരം ചിങ്ങം രാശിക്കാരുടെ ജ്ഞാനഭൂമി, ഒരൊറ്റ ദൈവദൃഷ്ടി, ഒരൊറ്റ ജ്ഞാന ദൗർഭ്യഘട്ടത്തിൽ. ചിങ്ങം രാശിക്കാർ ഒരൊറ്റ ദൈവ ദൗർഭ്യഘട്ടത്തിൽ, ഒരൊറ്റ ജ്ഞാനദൃഷ്ടി, ഒരൊറ്റ ദൈവദൂത്. ഇത് ഒരൊറ്റ ദൈവഭൂമി, ഒരൊറ്റ ദൈവദ്വാരം. ഈ ദൈവഭൂമി ഒരൊറ്റ ദൈവദൃഷ്ടി, ഒരൊറ്റ ഭൂഭ്രമണ ദൃഷ്ടി, ഒരൊറ്റ ദൈവദൂത്, ഒരൊറ്റ ദൈവദ്വാരം. ഇത് ഒരൊറ്റ ദൈവ ദൗർഭ്യഘട്ടം. ഈ ദൈവഭൂമി ഒരൊറ്റ ദൈവദൃഷ്ടി, ഒരൊറ്റ ജ്ഞാനദൃഷ്ടി, ഒരൊറ്റ ദൈവദ്വാരം. ഇനി ആ ബ്രഹ്മാണ്ഡ ഘട്ടം. ഒരൊറ്റ ദൈവദ്വാരം ചിങ്ങം രാശിക്കാർക്ക്, ഒരൊറ്റ ദൈവദൃഷ്ടി. ആ ദൈവദ്വാരം ഒരൊറ്റ ദൈവദൂത്, ഒരൊറ്റ ദൈവദൃഷ്ടി. ഇത് ഒരൊറ്റ ദൈവഭൂമി, ഒരൊറ്റ ദൈവദ്വാരം, ഒരൊറ്റ ദൈവദൃഷ്ടി. ഇനി ആ ബ്രഹ്മാണ്ഡ ദൈവഘട്ടത്തിന്റെ ഹൃദയഭൂമിയിലേക്ക്. ശതവർഷത്തിൽ ഒരിക്കൽ മാത്രം